ഇഗ്വാനയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ക്യാരറ്റാണ്. പക്ഷെ അവന് കൊടുത്തതിൻ്റെ ബാക്കിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ ഹാംസ്റ്ററിന് കൊടുത്തു, ബാക്കിയുള്ളത് ഇവന് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഇവന് ആദ്യമായിട്ടാണ് ക്യാരറ്റ് കൊടുക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം. എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതുവരെ പെല്ലറ്റും മറ്റേ പോച്ചൊക്കെ ആയിരുന്നു. അപ്പം ക്യാരറ്റ് കൊടുത്തപ്പോൾ പുള്ളിക്ക് സന്തോഷമായെന്ന് തോന്നുന്നു. ഇനി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ നേരെ ഹാംസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന്, ഹാംസ്റ്ററിന് ഇന്നൊരു വെറൈറ്റി ഫുഡായിരുന്നു, മറ്റേ മല്ലിയില മറ്റേ ഇഗ്വാനയ്ക്ക് മേടിച്ച ഇന്നലെ കാണിച്ച വീഡിയോയ്ക്കകത്ത് കാണിച്ച അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവന്മാരിത് തിന്നുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഇത് മൊത്തം വേരോടെ സഹിതം മുഴുവനും തിന്നിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ സീഡൊക്കെ ഇല്ലേ, സൺഫ്ലവർ സീഡൊക്കെ, അതൊക്കെ എല്ലാം പൊളിച്ചിട്ടേക്കാണ്. ഈ കിളികളൊക്കെ തിന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാനതെല്ലാം ഇതിനകത്തോട്ട് തട്ടി ഇടും. അപ്പോൾ കിളികൾ പൊളിക്കാത്ത എന്തെങ്കിലും സീഡ് കിടപ്പുണ്ടെങ്കിൽ ഇവന്മാർ പൊളിച്ച് തിന്നോളും. അപ്പം വേസ്റ്റും ആകത്തില്ല. പിന്നെ ഞാൻ ഈ ടാങ്കിലോട്ട് വന്നു, മറ്റേ ടെട്രയുടെ ടാങ്കിലോട്ടേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഷാർക്ക് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് റെയിൻബോ ഷാർക്ക്, ഇതിനു മുമ്പേ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ചെറിയ സൈസാണ്. അപ്പോൾ ഇവന്മാരുടെ കൂടെയൊക്കെ കിടന്നോളൂ. അപ്പോൾ വലിയ ഷാർക്കിനെയൊക്കെ ഇട്ട് ഈ നല്ല മൂവ്മെൻ്റൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കി മീനൊക്കെ ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ ഇതാവുമ്പം കുഴപ്പമില്ല, ചെറുതുമാണ്, വലിയ പ്രശ്നമില്ല. പിന്നെ ഇവൻ താണ്ട ക്യാരറ്റ് പൊക്കെ എടുത്ത് ഇരിക്കുന്ന പാത്രത്തിനകത്തിട്ട് അവിടെ വെച്ച് തിന്നാൻ തുടങ്ങി. എപ്പോഴും ഇങ്ങനെയാണ്, രാത്രിയായ അതിനകത്താണ്. പിന്നെ ഇത് കണ്ടോ, ഇത് മറ്റേ ലാർവയാണ്, മറ്റേ സോൾജിയർ ഫ്ലൈയുടെ. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഓസ്കർ ഈ ലൈഫ് ഫീഡ് എടുക്കുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് മാത്രമല്ല ഈ ബേഡ്സിനൊക്കെ കൊടുക്കാം. ഫിഷിന് മാത്രമല്ല, ബേഡ്സിനും കൂടെ വേണ്ടി വരുന്നതാണ് ഈ ടിന്ന്. അപ്പോൾ ഇത് ഏകദേശം ഒരു 250 രൂപ ആ റേറ്റിനൊക്കെ ഉണ്ട്. പിന്നെ ഈ അക്വേറിയത്തിൻ്റെ താഴെ ഇരിക്കത്തില്ലേ, സാൻഡ് ഇടത്തില്ലേ, ചിലവർ സ്റ്റോൺ ഇടും, പിന്നെ ചിലവർ സാൻഡ് ഇടും. അപ്പം ഞാൻ ഇതുപോലെ ബ്ലാക്ക് സാൻഡ് മേടിച്ചത്, മെറ്റൽ പൊടിയാണെന്ന് തോന്നുന്നു. ചെറിയ തരി പോലെ ഇരിപ്പുണ്ട്. പക്ഷേ വൈറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, വൈറ്റിൽ കൂടുതൽ ഈ പായലൊക്കെ ഇടുന്ന ടൈമാണെങ്കിൽ നല്ല പച്ചപ്പ് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഇതാണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഷ്രിമ്പിനെ ഇടാമെന്ന് വിചാരിച്ച് മേടിച്ചത്. പിന്നെ ഇവിടെ കിടക്കുന്ന ഈ മറ്റൊരാൾക്ക് ഈ ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ ടൈമായി കേട്ടോ. ഇപ്പോൾ സാധാരണ ഈ ടൈമിലൊക്കെ ഭയങ്കര ബഹളമൊക്കെ വെക്കുന്നതാണ്. ഇപ്പോൾ എന്തോ പുള്ളിക്കാരി നല്ല പണിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലേ ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാതൊക്കെ നോക്കിയിരുന്നാൽ മതി.